സീതാദേവിയെ ഹനുമാൻ കണ്ടെത്തിയതിനു ശേഷമുള്ള സംഭാഷണത്തെ തുടർന്ന് ഹനുമാൻ സ്വാമി ഇപ്പോൾ തന്നെ ജാനകിയെ അവിടെ നിന്നും രക്ഷിക്കാൻ തയ്യാറാകുന്നു. എന്റെ മുതുകിൽ കയറിയിരുന്നാൽ ദേവിയെ കൊണ്ട് ഞാൻ സമുദ്രവും ആകാശവും കടന്ന് ശ്രീരാമന്റെ പക്കലെത്തിക്കാം എന്ന് ഹനുമാൻ സ്വാമി വാക്ക് നൽകുന്നു. ഇത്തിരി കുഞ്ഞിനായി തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഹനുമാൻ സ്വാമി തന്നെയും വഹിച്ചുകൊണ്ട് എങ്ങനെയാണ് സമുദ്രം ചാടിക്കടക്കുന്നതെന്ന് സീതാദേവി ആദ്യം സംശയിക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമി അവിടെ നിന്നും കുതിച്ചു മാറി തന്റെ സ്വരൂപം കാട്ടുകയും ഇത്രയും ശക്തിയുള്ള തനിക്ക് ലങ്കാനഗരം വേണമെങ്കിലും ചുമന്നുകൊണ്ടു പോകാമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ തന്നെ വിഷാദമെല്ലാം കളഞ്ഞ് ശ്രീരാമസ്വാമിയോടൊത്ത് മൈഥിലിക്ക് ആനന്ദിക്കാം എന്നും ഹനുമാൻ സ്വാമി കരുതുന്നു. സീതാദേവിക്ക് അത് സമ്മതമായിരുന്നില്ല. ദേവി അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ആദ്യം പറയുന്നത്, ആഞ്ജനേയന്റെ മുതുകിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ദേവി ക്ഷീണിതയായ അവസ്ഥയിലായതുകൊണ്ട് തളർന്ന് താഴെ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത് ദേവി പറയുന്നത്, മറ്റൊരു പുരുഷനെ ദേവി സ്വന്തം ഇച്ഛയാൽ സ്പർശിക്കില്ല എന്നതാണ്. ബന്ധനമോചനം വാഗ്ദാനം ചെയ്തിട്ട് മറ്റൊരു പുരുഷനെ സ്പർശനം തനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന സീതാദേവിയുടെ മറുപടി ഹനുമാനെ അത്യധികം സന്തോഷിപ്പിക്കുന്നു. മൂന്നാമത്തെ കാരണമായി സീതാദേവി പറയുന്നത്, ദേവിയെ രക്ഷിച്ചുകൊണ്ടു പോകുന്നതിനാൽ രാക്ഷസ കിങ്കരന്മാർ ഹനുമാനെയും പിന്തുടരും, അത് ഹനുമാൻ ആപത്തുണ്ടാക്കും ദേവി ഭയപ്പെടുന്നു. പിന്നീടുണ്ടാകുന്ന ഹനുമാനും രാക്ഷസരും തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ സീതാദേവി അവർ വീണ്ടും അപഹരിച്ച് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചാൽ ഹനുമാൻ സ്വാമി ചെയ്തതെല്ലാം നിഷ്ഫലമാകുമെന്നും ദേവി ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ശ്രീരാമൻ വന്ന് യുദ്ധപരാക്രമം കാട്ടി രാവണനെയും വധിച്ച് ദേവിയെ ഇവിടുന്ന് മോചിപ്പിക്കുന്നതാണ് സീതയ്ക്കിഷ്ടം എന്ന് അറിയിക്കുന്നു. ദേവിയുടെ കാര്യകാരണങ്ങളെല്ലാം കേട്ട് സന്തുഷ്ടനായ ഹനുമാൻ സ്വാമി എന്തു തന്നെയായാലും ഇവിടെ നടന്ന വൃത്താന്തങ്ങളെല്ലാം ശ്രീരാമസ്വാമിയെ ഞാൻ അറിയിക്കും എന്നും ദേവിയെ കണ്ടു എന്നുള്ളതിന് ശ്രീരാമസ്വാമിക്ക് നൽകാൻ ഒരു അടയാളം തന്നുവിടണമെന്നും ദേവിയോട് അപേക്ഷിക്കുന്നു.